2:45 ഞാനുള്ളത് എൻ്റെ മുസല്ലയിലാണ്. സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങളിത് മനസ്സിലായിക്കോ. സാമ്പത്തികമായിട്ട് അങ്ങേയറ്റം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു മനുഷ്യനാണ് ഞാൻ. നാളെ എനിക്ക് ഒരുപാട് പേർക്ക് പേയ്മെന്റ് കൊടുക്കാനുണ്ട്. എന്ത് ചെയ്യുമെന്ന് വിചാരിച്ച് ആകെ പ്രയാസപ്പെട്ടിരിക്കുന്ന സമയത്ത് മനസ്സമാധാനം ഇല്ലാണ്ട് ഞാൻ റൂമിലേക്ക് വന്നു കിടന്നുറങ്ങാൻ നോക്കിയപ്പം ഉറക്ക് കിട്ടുന്നില്ല. ആകെ ഒരു വേജാറും ഒരു വല്ലാത്ത പ്രയാസമൊക്കെ. ഒന്ന് ഓളെടുത്ത് 2 റക്അത്ത് നിസ്കരിച്ച് പടച്ചോനോട് ഒരുപാട് നേരം ഈ മുസല്ലയിൽ കിടന്നിട്ട് ഞാൻ ചോദിച്ചു, എന്താണ് പടച്ചോൻ എങ്ങനെ എന്നെ പരീക്ഷിക്കുന്നത് എന്നുള്ളത്. ഒരുപാട് നേരം പടച്ചോനോട് സംസാരിച്ചപ്പോൾ ഇപ്പം കുറച്ച് മനസ്സമാധാനമുണ്ട്. നമ്മളെ വീണ്ടും പടച്ചോൻ പരീക്ഷിക്കും. പരീക്ഷണം വീണ്ടും വീണ്ടും തന്നുകൊണ്ടിരിക്കും. പക്ഷേ നിന്റെ മനസ്സിൽ എവിടെയെങ്കിലും പടച്ചോനൊരു സമാധാനം തരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് പടച്ചോനോടുള്ള സംസാരത്തിലൂടെ ആയിരിക്കും, അല്ലെങ്കിൽ 5 നേരത്തെ നിസ്കാരത്തിലൂടെ ആയിരിക്കും. പടച്ചോനോട് ചോദിച്ചാൽ തരും. വീണ്ടും വീണ്ടും പ്രയാസപ്പെടുത്തുന്നുണ്ടെങ്കിൽ ആ പ്രയാസത്തിൽ എന്തോ ഒരു ഹൈറ് പടച്ചോൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് പ്രയാസപ്പെടണ്ട, പടച്ചോൻ കൂടെ തന്നെ ഉണ്ടാവും. മൂടിയ രാത്രിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ട് ഇസ്ലാം മതം സ്വീകരിച്ച ഒരു സ്വഹാബി ഉണ്ടായിരുന്നു, ഹസ്രത്ത് ബിലാൽ റളിയല്ലാഹു അൻഹു. പാതിരാത്രി റസൂലിന്റെ വാതിൽ മുട്ടിയിട്ട് റസൂലിനോട് പറയാണ്, അങ്ങാടിക്കാരെ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത ഈ അടിമയായ ബിലാൽ ഇന്ന് മുതൽ ഇസ്ലാം മതം സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന്. റസൂലിന്റെ വെളുത്ത ശരീരത്തിലേക്ക് കറുത്ത ശരീരമായ ബിലാലിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഇന്ന് മുതൽ റസൂലിന്റെ നിഴലാണ് ബിലാൽ എന്ന്. ആദ്യമായിട്ട് ഇസ്ലാമില് ഒരു മധുര ധ്വനിയായിട്ട് ബാങ്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ബിലാൽ റളിയല്ലാഹു അൻഹു ആണ്. റസൂലിന്റെ വഫാത്ത് അറിഞ്ഞ സമയത്ത് എനിക്കിനി മദീന വേണ്ട എന്ന് പറഞ്ഞിട്ട് കരഞ്ഞുകൊണ്ട് ബിലാൽ തങ്ങൾ യാത്ര പോകുന്നുണ്ട്. ഒരുപാട് കാലശേഷം വീണ്ടും തിരിച്ച് റസൂലിന്റെ മണ്ണിലേക്ക് വന്ന സമയത്ത് അവിടെയുള്ള സ്വഹാബാക്കൾ പറയുന്നുണ്ട്, റസൂലിന്റെ സമയത്ത് ബിലാൽ തങ്ങളെ നിങ്ങളെ ആസ്വാദന ബാങ്കുണ്ടായിരുന്നല്ലോ, അതൊന്നുകൂടി കേൾക്കാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദ് എന്ന് പറഞ്ഞിട്ട് ആ ബാങ്ക് പൂർത്തീകരിക്കാതെ ബിലാൽ തങ്ങൾ വീണ്ടും കരയുന്നുണ്ട്. അത്രത്തോളം ഹുബ്ബായിരുന്നു റസൂലിനോട്. കറുപ്പിനെയും വെളുപ്പിനെയും വർണ്ണ വിവേചനമില്ലാതെ മാറോട് ചേർത്ത് പിടിച്ച ഒരാളെ, ഒരു അധ്യാപകനെ ഞാൻ കണ്ടിട്ടുണ്ടെങ്കിൽ അതായിരുന്നു എൻ്റെ റസൂലെ. നോക്കി വരക്കാൻ ഒരു രൂപം പോലും തരാതെ എങ്ങനെയാണ് റസൂലെ ജനഹൃദയങ്ങളെ റസൂല് കീഴടക്കിയത് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നോട് യോജിപ്പുണ്ടാവാം, ഈ കാര്യത്തിൽ ചിലപ്പോൾ വിയോജിപ്പുണ്ടാവാം. പണമാണോ സ്നേഹമാണോ വലുതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയും ഇന്നത്തെ കാലഘട്ടത്തിൽ പണമാണ് വലുതെന്നുള്ളത്. സ്നേഹത്തിനൊന്നും ഒരു വിലയുണ്ടാവില്ലടാ. കാരണം ചില പാർട്ട്ണർമാര് പറ്റിച്ചു പോയി. എല്ലാന്നുണ്ടെങ്കിൽ പൈസ ഇല്ലാത്തതിന്റെ പേരിൽ വീട്ടില് വിലയില്ല, സ്നേഹിക്കാൻ ആളില്ല, അതുപോലെ തന്നെ പൈസ ഇല്ലാത്തതിന് ഒരു കമ്പനിക്കാരുടെ ഇടയിൽ വിലയില്ല, കുടുംബക്കാര് മാറ്റി നിർത്തുന്നത്, സമൂഹം തന്നെ എന്നെ വെറുക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ മെസ്സേജ് അയക്കാറുണ്ട്. എടാ, മേക്ക് മണി മേക്ക് പവർ. പവർ വേണമെന്നുണ്ടെങ്കിൽ പൈസ വേണം. പൈസ ഉണ്ടായി കഴിഞ്ഞാൽ 1000 10,000 ആണെങ്കിലും ലക്ഷക്കണക്കിന് ആൾക്കാർ നിന്നെ സ്നേഹിക്കാനുണ്ടാവും. അതുകൊണ്ട് നമ്മളൊക്കെ മൂഞ്ചി പോകാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് ആഗ്രഹിക്കുന്നുണ്ട്. അവരെ മുമ്പിലൊക്കെ നമ്മളൊക്കെ മൂഞ്ചിപ്പിച്ച ആൾക്കാരുണ്ടല്ലോ, ഓലൊക്കെ വട്ടത്തിലിരുന്ന് മൂഞ്ചുന്ന ഒരു സമയം വരും. അപ്പൊ അതുകൊണ്ട് ഒരൊറ്റ കാര്യം പറയാനുള്ളൂ, പൈസ ഉണ്ടായിക്കോ. പൈസ നല്ല രീതിയിൽ ഉണ്ടായി കഴിഞ്ഞാൽ എന്റെ കൈമരുണ്ടാവും. പിന്നെ ഒരു കാര്യം പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നശിച്ച് കാണാൻ 150 ആൾക്കാർ ചുറ്റുണ്ടാവും. അവരെ മുമ്പിലൊക്കെ വിജയിച്ച് കാണിച്ചു കൊടുക്കേണ്ടതാണ് നമ്മളെ കഴിവ്. പ്രശ്നങ്ങൾ വരടാ, കുന്നോളം പ്രശ്നങ്ങൾ വന്നാൽ അത് കുന്നിക്കുരു പോലെ കണ്ടിട്ട് മുന്നോട്ട് പോവാം. നഷ്ടപ്പെടാനൊന്നുമില്ല, ഉണ്ടാക്കിയെടുക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്.